ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളുടെ തൊട്ട രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലെ സ്ഥിതി എപ്പോഴും നമുക്കറിയാം. അവിടെ പ്രത്യേകിച്ച് വലിയൊരു പരിഷ്കാരങ്ങളോ മാറ്റങ്ങളോ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല. പാകിസ്ഥാനിലെ ഭരണ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ തന്നെ ആയാലും ശരി, അവർ പാകിസ്ഥാൻ ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യക്കെതിരെ ഒരു പ്രോക്സിയായിട്ട് നിലനിൽക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. അത് ചൈനയോടൊപ്പം നിന്നാലും ശരി, US നിന്നാലും ശരി, അവർ ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ അവർക്ക് സാധിക്കത്തില്ല. കാരണം പാകിസ്ഥാൻ ഒറ്റയ്ക്ക് ഇന്ത്യയോട് ഉഭയകക്ഷിപരമായിട്ട് ബയലാറ്ററലായിട്ട് പാകിസ്ഥാന് ഇന്ത്യയോട് ഒരിക്കലും ഫേസ് ടു ഫേസ് നിൽക്കാനോ അല്ലെങ്കിൽ ഒരു ഫേസ് ഓഫ് എന്ന് പറഞ്ഞല്ലേ, ഒരിക്കലും അത് സാധ്യമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അവരെ എല്ലാ രീതിയിലും എല്ലാ കാലത്തും അവരുടെ മിലിറ്ററി പ്രത്യേകിച്ച് കൂടുതൽ സൗകര്യങ്ങൾ നൽകി, സഹായങ്ങൾ നൽകി അവരെ ഒരു മിലിറ്ററി സെക്യൂരിറ്റി സ്റ്റേറ്റായിട്ട്. കാരണം പാകിസ്ഥാൻ അന്ന് മുതൽ ഇന്ന് വരെ ഒരു മിലിറ്ററി സെക്യൂരിറ്റി സ്റ്റേറ്റാണ്. വേണേൽ ഇൻ്റലിജൻസ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. മിലിറ്ററി സെക്യൂരിറ്റി ഇൻ്റലിജൻസ് സ്റ്റേറ്റ് എന്ന് നമുക്ക് വേണേൽ പറയാം. അത് അമേരിക്കൻ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു പ്രോക്സി ആയിട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ടല്ല, ചൈനയും പാകിസ്ഥാൻ തമ്മിലുള്ള ബന്ധങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം ഒത്തിരി ദശാബ്ദങ്ങളായി, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ കോൾഡ് വാറിന് ശേഷം, പ്രത്യേകിച്ച് 1990 ശേഷം അമേരിക്ക യുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങൾ, അമേരിക്കൻ നയങ്ങൾ എന്നുവെച്ചാൽ പണ്ട് പരിപൂർണമായിട്ടും അമേരിക്കയുടെ ഒരു 100% പ്രോക്സിയായിട്ട് നിന്നിരുന്ന പാകിസ്ഥാൻ കോൾഡ് വാറിന് ശേഷം റഷ്യയുടെ സോവിയറ്റ് യൂണിയൻ്റെ ഡിസൊല്യൂഷന് ശേഷം പാകിസ്ഥാനെ അവർക്ക് അത്ര കണ്ട് വലിയ അത്യാവശ്യം ആ ഒരു ലക്ഷ്യത്തിലേക്കില്ലായിരുന്നു. അതിനുശേഷം ആ ഒരു വാക്കും ചൈനയാണ് ആ ഒരു സ്പേസ് ഒക്കുപ്പൈ ചെയ്തത്. ഇപ്പോൾ ചൈന പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ആയുധദാതാക്കളാണ്. എന്നുവെച്ചാൽ പാകിസ്ഥാൻ്റെ മിലിറ്ററിയുടെ 80% വരുന്ന ആയുധങ്ങൾ ചൈനയുടെ ആയുധങ്ങളാണ്. ചൈനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്നത്. അമേരിക്കയിൽ നിന്നൊക്കെയുള്ള ആയുധ സപ്ലൈ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ കോമൺ എനിമി, പാകിസ്ഥാൻ്റെ കോമൺ എനിമി എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്, അന്നും ഇന്നും എപ്പോഴും. അപ്പോൾ അതിൻ്റെ അർത്ഥം അമേരിക്ക ആയാലും ചൈന ആയാലും പാകിസ്ഥാനെ പ്രോക്സിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളും അവരുടെ കോമൺ എനിമി എന്ന് പറഞ്ഞാൽ ഇന്ത്യ തന്നെയാണ് എന്നുള്ളതാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇനത്തിൽ മാറ്റം ഉണ്ടാവണമല്ലോ. കാരണം എല്ലാം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. പണ്ട് അമേരിക്കയുടെ പ്രോക്സി ആകുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ ശത്രു ഇന്ത്യയായിരുന്നു. പാകിസ്ഥാൻ്റെ എല്ലാ സർവ്വസന്നാഹങ്ങളും ഇന്ത്യക്കെതിരായിരുന്നു ഉപയോഗിക്കുന്നത്. അതിനുശേഷം ചൈനയുടെ പ്രോക്സി ആയപ്പോഴും പാകിസ്ഥാൻ്റെ സർവ്വസന്നാഹങ്ങളും ഇന്ത്യക്കെതിരെയാണ് ഉപയോഗിക്കുന്നത്. കാരണം യാതൊരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല. കാരണം അമേരിക്കയുടെ പ്രോക്സി ആകുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ ശത്രു ഇന്ത്യ ആയിരുന്നു. അമേരിക്കയുടെ പ്രോക്സി അല്ലാതായിത്തീർന്ന സമയം മുതലും പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രുത പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ചൈനയാണ് അവരുടെ മാസ്റ്റർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ചൈനയായാലും അമേരിക്കയായാലും അവരുടെ കോമൺ എനിമി ഇന്ത്യ ആണെന്നുള്ള കാര്യം നമുക്ക് അതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ പാകിസ്ഥാൻ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഉള്ള നിലപാടുകളിൽ ഒന്നും പ്രത്യേകിച്ച് വലിയൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ നമുക്ക് പാകിസ്ഥാനെ പണ്ട് നമ്മൾ എങ്ങനെ കണ്ടോ ഇപ്പോഴും നമുക്ക് അങ്ങനെ തന്നെ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലും ആ നിലപാടിലും മാത്രമായിരിക്കും ഇന്ത്യയുടെ എല്ലാ രീതിയിലുള്ള നിലപാടുകൾ പാകിസ്ഥാനെതിരെ നമ്മൾ കൈക്കൊള്ളേണ്ടത്. കാരണം അവരെ എന്തു തന്നെ കാണിച്ചു കഴിഞ്ഞാലും ശരി, നമ്മളുടെ നിലപാടിനകത്തിൽ നമ്മൾ യാതൊരു രീതിയിലുള്ള ഡയലൂഷനും അല്ലെങ്കിൽ കോംപ്രമൈസും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മുടെ ശത്രുരാജ്യമാണെന്ന് അവർ തന്നെ ഡിക്ലെയർ ചെയ്തതാണ്. അപ്പോൾ അവർ നമുക്കെതിരെ ഏത് രീതിയിലുള്ള വിടുപണിയും ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് വേണ്ടി, അമേരിക്കയ്ക്ക് വേണ്ടിയായാലും ശരി, ചൈനയ്ക്ക് വേണ്ടിയായാലും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഏത് സമയത്തും നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങളും മറ്റ് നമ്മുടെ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ശിഥിലമാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പോസിബിലിറ്റി ഉണ്ടെന്നുള്ള 100% പ്രതീക്ഷയോടെ മാത്രമേ ഇന്ത്യൻ സ്റ്റേറ്റ് ഭരണകൂടം എപ്പോഴും നിലനിൽക്കാവൂ എന്നുള്ളതാണ് നമുക്ക് ഒരു സാധാരണ പൗരനായിട്ടുള്ള നമുക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ നമുക്ക്
പാകിസ്ഥാനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട്, ഒരു ദശാബ്ദത്തിലേറെയായിട്ട് പാകിസ്ഥാൻ സാമ്പത്തികമായിട്ടും മറ്റു പല രീതിയിലും ഒരു രാജ്യം, ഒരു സമൂഹം സാമ്പത്തികമായിട്ട് ശിഥിലമാകുമ്പോൾ അല്ലെങ്കിൽ തകർന്നടിയുമ്പോൾ സാമ്പത്തികം അവരുടെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക എല്ലാ തലങ്ങളെയും ഒരുപോലെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ പാകിസ്ഥാനിലും ഇങ്ങനൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ്റെ സാമ്പത്തിക വ്യവസ്ഥ, സാമ്പത്തിക അവസ്ഥ വളരെ തകർന്നടിഞ്ഞ് താറുമാറായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഒരു ദശാബ്ദത്തിലേറെ കാലമായിട്ട് പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിലക്കയറ്റവും ദാരിദ്ര്യവും ഒക്കെ വർദ്ധിച്ചതോടെ ജനങ്ങളും അസംതൃപ്തരാണ്. പക്ഷേ ജനങ്ങൾ എന്നുള്ളൊരു കാഴ്ചപ്പാട്, അവരുടെ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി അവിടുത്തെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങൾ പിന്നെ നിലനിൽക്കുക എന്നുള്ളൊരു അവസ്ഥ പാകിസ്ഥാനിലില്ല. പാകിസ്ഥാനിൽ ഇപ്പോൾ സിവിലിയൻ ഗവൺമെൻറ് വന്നാലും അതിന് പകരം മിലിറ്ററി ഗവൺമെൻറ് അവിടെ ഉണ്ടെങ്കിലും, മിലിറ്ററി ഗവൺമെൻറ് എപ്പോഴും ഉണ്ട്, മിലിറ്ററിയും ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ എപ്പോഴും ഉണ്ട്. അവർക്ക് സിവിലിയൻ ഗവൺമെൻറ് ഉണ്ടെങ്കിൽ തന്നെ അവരുടെ മണ്ടയ്ക്ക് ഒരു സൂപ്പർവിഷൻ അല്ലെങ്കിൽ ഒരു സർവലൻസ് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ കാലാകാലങ്ങളായിട്ട് അവിടെ ഭരണ മാറ്റത്തിന് വേണ്ടി അട്ടിമറികൾ, പ്രത്യേകിച്ച് പട്ടാളത്തിൻ്റെ ഭാഗത്തുനിന്ന് അട്ടിമറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ അവിടെ വീണ്ടും അങ്ങനെ ഒരു രാഷ്ട്രീയ അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ അസ്ഥിരത ഉടലെടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്ക് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ നമുക്ക് ഒരു ആശങ്കയുണ്ട്. നമുക്ക് ആശങ്ക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാനിലുണ്ടെന്ന് ഏത് മാറ്റവും ഇന്ത്യയെ സംബന്ധിച്ച് ഒരാശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ആസിഫ് അലി സർദാരി, അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അവരുടെ ആർമിയുടെ അല്ലെങ്കിൽ സർവ്വ സൈന്യാധിപനായിട്ടുള്ള അസീം മുനീർ അതിനുള്ള നീക്കങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീറും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയും തമ്മിൽ പ്രസിഡന്റിനെ സന്ദർശിക്കുന്ന മൂന്നാമത്തെ പ്രാവശ്യമാണ് വളരെ റീസെൻ്റ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെ വളരെ റിക്കറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ തീർച്ചയായിട്ടും സംശയങ്ങൾ ഉളവാക്കുന്നതാണ്. അപ്പോൾ ഇത് ഭരണതലപ്പത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അതിനുവേണ്ടിയുള്ളൊരു മുന്നോടിയാണ് എന്നുള്ള റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് കൃത്യമായി അറിയില്ല, പല കാര്യങ്ങളും ഊഹാപോഹങ്ങളാണ്. പക്ഷേ ചില പാറ്റേൺ, ചില ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കും. പക്ഷേ അത് റിയാലിറ്റി ആകണം നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ആസിഫ് അലി സർദാരിയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള സമ്മർദ്ദവും പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അടക്കം വളരെ കാലങ്ങളായിട്ട് ചെലുത്തുന്നുണ്ട്. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ്, അതായത് നവാസ് ഷെരീഫിൻ്റെ ബ്രദറായിട്ടുള്ള സഹോദരനായിട്ടുള്ള ഷഹബാസ് ഷെരീഫും ഈ ഒരു നീക്കത്തിന് മൗനാനുവാദം നൽകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം, ആർമിയോട് ഒപ്പോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, ആർമിയെ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കസേരയും തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ പാകിസ്ഥാനിൽ കസേര തെറിക്കുന്നത് മാത്രമല്ല, കാരണം ജയിലിനകത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ തൂക്കുമരത്തിലേറാനുള്ള സാധ്യതയും നമുക്കവിടെ തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇമ്രാൻഖാൻ്റെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടാണ്. എത്ര പബ്ലിക് സപ്പോർട്ടുള്ളൊരു നേതാവായിട്ട് പെട്ടെന്ന് ഉയർന്നു നിന്ന ഒരാളാണ് ഇമ്രാൻഖാൻ. എന്നത്തിലും അദ്ദേഹം വളരെ കുറച്ചു കാലം മാത്രമേ അവിടെ ഭരണത്തിൽ പ്രധാനമന്ത്രിയായി ഇരിക്കാൻ സാധിച്ചുള്ളൂ. അതിനുശേഷം ജയിലിനകത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലം കഴിച്ചു കൂട്ടുകയാണ്. അപ്പോൾ ഇന്നതിൽ ഈ ഭരണമാറ്റം ഉണ്ടാകുക എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ പാകിസ്ഥാൻ ആരുടെ പ്രോക്സിയായിട്ടാണോ നിലനിൽക്കുന്ന അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്ന ഈ പറഞ്ഞ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിനും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററിൻ്റെ സിസ്റ്റത്തിനും അതിനൊരു പൂർണ്ണമായിട്ടുള്ള അനുവാദം കൊടുക്കുന്നില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ആർമി മേധാവിയെ, സേനാ മേധാവിയെ, ഇപ്പം നമുക്കറിയാം ട്രംപിനോടും അമേരിക്കയോടൊക്കെ വളരെ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ അമേരിക്കയും പാകിസ്ഥാനെ കൂടുതൽ അവരോട് അടുപ്പിക്കാനുള്ള കൂടുതൽ ഒരു ക്ലോസ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുവാനുള്ള, അങ്ങനെ പാകിസ്ഥാനും ചൈനയ്ക്കും ഇടയിൽ എന്തെങ്കിലും ഒരു പഠിച്ചു കയറ്റാൻ പറ്റുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അമേരിക്കൻ ഭരണകൂടം ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആസിഫ് മുനീർ അമേരിക്കയിൽ പോയതും പ്രസിഡന്റ് ട്രംപുമായിട്ടൊക്കെ വളരെ അടുത്ത ചില നമുക്ക്
ആ ഒരു തന്ത്രപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും നമ്മൾ കാണാത്ത ഒരു കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. അപ്പം അത് ചില മാറ്റങ്ങൾക്ക് ഉള്ള മുന്നോടിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പാകിസ്ഥാനെ പറഞ്ഞു വരുമ്പോൾ പാകിസ്ഥാൻ പാർലമെന്ററി സിസ്റ്റമാണ് ഇന്ത്യ പോലൊക്കെ തന്നെ. അപ്പോൾ അവിടുന്ന് പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലേക്ക് മാറ്റാനുള്ള നീക്കം. കാരണം പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനെ പോലുള്ള രാജ്യമായാൽ അവിടെ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനം ആയിരിക്കും. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള ഭരണം അല്ലെങ്കിൽ ഭരണ സംവിധാനം പാകിസ്ഥാനിൽ കൊണ്ടുവരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ കെയർഫുള്ളായിട്ട് നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത്. കാരണം റീജിയനിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഡീസ്റ്റെബിലൈസേഷൻ പ്ലാൻ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യത്തോടെ തന്നെ ആയിരിക്കും അവിടുത്തെ ഈ പറഞ്ഞ സിസ്റ്റത്തെ മാറ്റുക എന്നുള്ളത്. അത് തീർച്ചയായിട്ടും അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ നേതൃത്വത്തിലായിരിക്കും അത് നടക്കുന്നത്. ചൈനയുടെ ഇടപെടലുകൾ അത്രയ്ക്ക് പിന്നെ ചൈനയ്ക്കെന്ന് പറഞ്ഞാൽ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ചില താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടുത്തെ റിസോഴ്സുകൾ വിഭവങ്ങൾ അഴിച്ചു മാറ്റിക്കൊണ്ട് പോവുക എന്നുള്ളതിൽ കവിഞ്ഞ് ചൈനയ്ക്ക് പ്രത്യേകിച്ച് വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർക്കതിലും അല്പം കൂടെ ഉയർന്ന രീതിയിലുള്ള എന്താ പറയുക, ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്നത്. കാരണം അവർക്ക് റിസോഴ്സിൻ്റെ മേൽ സ്വാധീനവും നിയന്ത്രണം വേണം. അതിനപ്പുറത്ത് ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം കൂടെ അമേരിക്കയ്ക്കും അമേരിക്കൻ നിയന്ത്രിത സംവിധാനങ്ങൾക്കും എല്ലാം ഉണ്ട്. പക്ഷേ ചൈനയെ സംബന്ധിച്ച് ഓക്കെ, ചൈനയ്ക്ക് പാകിസ്ഥാൻ്റെ മുകളിലുള്ള സ്വാധീനം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള റിസോഴ്സ് വിഭവങ്ങൾ അഴിച്ചു മാറ്റിക്കൊണ്ട് പോവുക, മിനറൽ റിസോഴ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിഭവങ്ങളൊക്കെ തന്നെ ഊറ്റിക്കൊണ്ട് പോകുക എന്നത് കവിഞ്ഞാൽ മറ്റ് ലക്ഷ്യങ്ങളൊന്നും ചൈനയ്ക്കില്ല. പക്ഷേ അമേരിക്കയ്ക്ക് അങ്ങനെയുള്ള ലക്ഷ്യമുള്ള അപ്പുറത്തുള്ള ലക്ഷ്യങ്ങൾ അമേരിക്കയെപ്പോലുള്ള രാജ്യങ്ങൾക്കുണ്ട് എന്നുള്ളത് നമ്മൾ അവരുടെ ദീർഘകാലമായിട്ടുള്ള ചെയ്തികളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് അഭ്യൂഹമാണോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ നമുക്കറിയത്തില്ല. ചില പറയുന്നത് അഭ്യൂഹമാണെന്ന് പറയുന്നു, ചിലർ പറയുന്നത് സത്യമായിട്ട് യാതൊരു ബന്ധമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്ററായിട്ടുള്ള ആ ഒരു ഇഡിയറ്റ് ഖ്വാജ ആസിഫ് തന്നെ ഈ വാർത്തകളോട് പ്രതികരിച്ചത് ഇത് ഒരു എന്താണ് പറയുക, ഗസ്റ്റിമേഷൻ മാത്രമാണ്, അല്ലെങ്കിൽ വെറും അഭ്യൂഹം മാത്രമാണ്, ഇത് യാഥാർത്ഥ്യമല്ലെന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്ററും ഷഹബാസ് ഷെരീഫ് ഈ വാർത്തകളെ അദ്ദേഹം ഡിനൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷമൊന്നും കിട്ടില്ല. അപ്പം പാകിസ്ഥാൻ്റെ മുസ്ലിം ലീഗ്, അതായത് പാകിസ്ഥാൻ നവാസ് ഷെരീഫിൻ്റെ പാർട്ടിയും പാകിസ്ഥാൻ്റെ പീപ്പിൾസ് പാർട്ടിയും PPP രണ്ടുപേരും തമ്മിൽ സഖ്യത്തിലായിട്ടാണ് ഒരു ഭരണ സംവിധാനം അവിടെ കൊണ്ടുവന്നത്, പാർലമെൻ്ററി സിസ്റ്റം അവിടെ കൊണ്ടുവന്നത്. പക്ഷേ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള പാർട്ടികളായതുകൊണ്ട് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം കോയലീഷൻ ഗവൺമെൻറ് എന്ന് നമ്മൾ പറയത്തില്ലേ, കോയലീഷൻ ഗവൺമെൻറ് ആകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വടംവലികൾ കാണും. ഒരു പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷമില്ല, പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടിക്കായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളതായിരിക്കും, മറുപാർട്ടിക്ക് കുറഞ്ഞ സീറ്റുകളായിരിക്കും. അപ്പോൾ കൂടുതൽ സീറ്റുള്ള ഒരു പാർട്ടി തീർച്ചയായിട്ടും ഒരു ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡ് കാണിക്കും. അപ്പോൾ മറ്റേ പാർട്ടിക്ക് അത് ചിലപ്പം ഡൈജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമായിരിക്കത്തില്ല. അപ്പോൾ അതിനകത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ രൂക്ഷമാകാനുള്ള സാധ്യത നമുക്കുണ്ട്. ഇപ്പോൾ ഇന്ത്യ കോലൈഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്ത്യയിലൊക്കെ കാണുന്നില്ലേ, അല്ലെ കോലീഷൻ ഗവൺമെൻറ്, കൂട്ടുകൃഷി മന്ത്രിസഭയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു സ്റ്റെബിലിറ്റി ഗ്യാരണ്ടി എന്നൊരു കാര്യമല്ല. അത് പാകിസ്ഥാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം IMF-ൽ നിന്നും ചൈന, സൗദി, UAE ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ നല്ല സഹായങ്ങൾ കിട്ടുന്നത് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള തകർച്ച ഒരു രാജ്യത്ത് സമൂഹത്തിലുണ്ടാകുമ്പോൾ വിലക്കയറ്റം ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ദാരിദ്ര്യം, പോവർട്ടി, ഇല്ലേ, സോഷ്യോ ഇക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടാകും, സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ. അപ്പോൾ അത് ജനങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ദുസ്സഹമാക്കും. അപ്പോൾ അത് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇമ്രാൻഖാൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അദ്ദേഹം ജയിലിലാണ്. അപ്പം ജയിലിലായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടി പുറത്തുനിന്ന് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെതിരെ വൻതോതിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ശക്തമാക്കിയിട്ടുണ്ട്. പിന്നെ അതിൽ ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിൽ കാണുന്ന ഏറ്റവും വലിയ
മാറ്റങ്ങളുടെ ഏറ്റവും വലിയ കാരണം എന്നല്ല, ഇന്ത്യയുമായിട്ടുള്ള ഒരു 4-5 ദിവസം ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തിയതിനു ശേഷം പാകിസ്ഥാൻ ഉണ്ടായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള നാശനഷ്ടങ്ങളും, അല്ലെങ്കിൽ ഒരു സെറ്റ് ബാക്ക് എന്നൊക്കെ പറയാം, തിരിച്ചടിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പാകിസ്ഥാൻ ആദ്യം, നമ്മൾ പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ ക്യാമ്പുകളെ ആക്രമിക്കുകയും അതിനുശേഷം പാകിസ്ഥാൻ ഇങ്ങോട്ട് അവർ അവരുടെ അറ്റാക്ക് തുടങ്ങിയ ശേഷം നമ്മൾ പാകിസ്ഥാൻ്റെ സ്റ്റേറ്റിനെതിരെ, അല്ലെങ്കിൽ മിലിറ്ററി സ്റ്റേറ്റിനെതിരെ, അവരുടെ മിലിറ്ററി ക്യാമ്പ്സ്, മിലിറ്ററി ബേസ്, എയർഫോഴ്സ് ബേസ്, ഇതിനെതിരെയൊക്കെ നമ്മൾ ആക്രമണങ്ങൾ തൊടുത്തുവിടുകയൊക്കെ ചെയ്തു. അപ്പം അതിനകത്തിൽ അവരാദ്യമൊക്കെ അവരുടെ ചില ഫോൾസ് ആയിട്ടുള്ള അലിഗേഷൻസ്, ഫേക്ക് ആയിട്ടുള്ള പ്രൊപ്പഗണ്ട, ഇതൊക്കെ തന്നെ അവർ ഉപയോഗിച്ച് തൽക്കാലം അവർക്ക് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചെങ്കിലും പിന്നീടുള്ള അവർക്ക് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചു. ഇന്ത്യയുടെ ഇത്ര ഫൈറ്റർ എയർക്രാഫ്റ്റ്സിനെ അവർ ഷൂട്ട് ഡൗൺ ചെയ്തു, ഇന്ത്യക്ക് വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയെങ്കിലും പിന്നീട് ഈ ഒരു ഇൻസിഡൻ്റ് അല്ലെങ്കിൽ സംഭവം കഴിഞ്ഞതിന് ശേഷം ലോകത്തിന്, കാരണം തെളിവുകളാണല്ലോ എല്ലായിടും പ്രധാനം എന്ന് പറഞ്ഞതല്ലേ. കാരണം ഇന്ന് നമുക്ക് ഒന്നും പിന്നെ പ്രൂവ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഉള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. കാരണം പ്രത്യേകിച്ച് ഇതുപോലുള്ള മിലിറ്ററി ഓപ്പറേഷൻസ് ആയാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ സാറ്റലൈറ്റ് ഇമേജസും, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള, പിന്നെ എന്താണ് പറയുന്നത്, സിഗ്നേച്ചേഴ്സ്, ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് അല്ലേ, ഒക്കെ തന്നെ ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനും സാധിച്ചതോടുകൂടി ലോകത്തിന് മനസ്സിലായി. കാരണം പാകിസ്ഥാൻ്റെയും ചൈനയുടെയൊക്കെ ക്ലെയിം വളരെ ഹോളോ ആയിരുന്നു, അല്ലെങ്കിൽ എം ടി ആയിരുന്നു, ശൂന്യമായിരുന്നു. ഇന്ത്യക്ക് ഇന്ത്യയുടെ അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറെക്കുറെ, പിന്നെ റഷ്യയുടെ ഇസ്രായേലിൻ്റെ ഒക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഫ്രാൻസിൻ്റെ റഫേൽ ഉപയോഗിച്ചുകൊണ്ടൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ കൊടുക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചു. അതിനുശേഷം ഇന്ത്യയുടെ ആയുധ, പിന്നെ ശേഷിയിലും, അല്ലെങ്കിൽ നമ്മളുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിലൊക്കെ തന്നെ ലോകത്തിന് കൂടുതൽ വിശ്വാസം ഉണ്ടാവുകയും ഇപ്പോൾ പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ, ബ്രഹ്മോസ് മിസൈൽ പോലുള്ള, ആകാശ് മിസൈൽ പോലുള്ള അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ വാങ്ങിക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചൈന, ടർക്കി തുടങ്ങിയ രാജ്യങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു സെറ്റ് ബാക്ക്, അല്ലെങ്കിൽ തിരിച്ചടി, അവരുടെ ഇമേജിന് ഭയങ്കര കോട്ടം തട്ടുകയൊക്കെ ചെയ്ത ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു, പാകിസ്ഥാൻ അവരുടെ ഡിഫൻസ് ബജറ്റ് അല്ലെങ്കിൽ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുകയുണ്ടായി, അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ അവരുടെ സൈന്യത്തിന് സമ്മർദ്ദമുണ്ട്. അവർ കൂടുതൽ ആയുധവൽക്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാൻ. രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലയിലേക്ക് ചെലവഴിക്കേണ്ട പൈസ മുഴുവൻ അവരിപ്പോൾ ഡിഫൻസിന് വേണ്ടി, പ്രതിരോധത്തിന് വേണ്ടിയാണ് അവരെ ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം തീർച്ചയായിട്ടും സമീപ ഭാവിയിൽ ഇനിയും ഇന്ത്യയുമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. കാരണം ഇന്ത്യയും എപ്പോഴും, അതിനുശേഷം തന്നെ ഇന്ത്യയുടെ ഒരു പോളിസിയിലുള്ള മാറ്റങ്ങളും, നമ്മൾ പറഞ്ഞത് ഇനിയും ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള തീവ്രവാദ ആക്രമണത്തെയും രാജ്യത്തിനെതിരെയുള്ള യുദ്ധമായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നതെന്നും, അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഏത് സമയത്തും ഇതിൻ്റെ രണ്ടാം ഭാഗവും, സെക്കൻഡ് ഫേസ്, അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഫേസുകളൊക്കെ തന്നെ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഇന്ത്യയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ കാർഷിക മേഖല ഉൾപ്പെടെ അവരുടെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന, പിന്നെ ജനജീവിതത്തെ ബാധിക്കുന്ന മേഖലകളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടിയിരുന്ന ഫണ്ടുകളെല്ലാം തന്നെ ഇപ്പോൾ മിലിറ്ററിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് പൂർണ്ണമായിട്ടും വകമാറ്റി. ഇപ്പോൾ IMF പോലുള്ള പാശ്ചാത്യ സംവിധാനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ലോണുകൾ പൂർണ്ണമായിട്ടും അവരുടെ മിലിറ്ററി സെക്യൂരിറ്റി ഇൻ്റലിജൻസ് സിസ്റ്റത്തെ കൂടുതൽ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ അടിസ്ഥാന വികസനങ്ങളുടെ സൗകര്യവും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ താറുമാറായതുകൊണ്ട് പാകിസ്ഥാൻ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ദുരിതത്തിലുമാണ് എന്നുള്ളൊരു വസ്തുത നമുക്ക് മുന്നിലുണ്ട്. എത്ര നാൾ പാകിസ്ഥാൻ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ മിലിറ്ററി സെക്യൂരിറ്റി ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഒരു പ്രോക്സിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ
വഹിക്കുന്ന അമേരിക്കയ്ക്കും ഇപ്പുറത്ത് ചൈനയ്ക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതികളോ അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളോ ഒന്നും പാകിസ്ഥാൻ്റെ ഭരണാധികാരികൾക്കോ അവരെ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ പ്രോക്സി മാസ്റ്റേഴ്സ് ഓഫ് പ്രോക്സി അവർക്കൊരു വിഷയമൊന്നുമില്ല. അപ്പോൾ ഇന്ത്യയുടെ നിലപാട് പഴയ പോലെ തന്നെ എപ്പോഴും കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലുള്ള ഏത് നീക്കവും ഇന്ത്യക്ക് അസ്വസ്ഥതയും തലവേദനയും ഉണ്ടാക്കുന്നതാണ്. നേരത്തെ പാകിസ്ഥാൻ പല പ്രാവശ്യം അവിടെ സൈന്യത്തിൻ്റെ അട്ടിമറി ഉണ്ടായപ്പോൾ നമ്മളുടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും നുഴഞ്ഞുകയറ്റവും തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റവും ഒക്കെ വളരെയധികം വർദ്ധിച്ചിരുന്നു. അപ്പോൾ പാകിസ്ഥാനാണ് ലോകത്തിലെ ഗ്ലോബൽ ജിഹാദിൻ്റെ അല്ലെങ്കിൽ പ്രോക്സി മിലിറ്റൻസ് തീവ്രവാദത്തിൻ്റെ ഗ്ലോബൽ ഹബ്ബ് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ്റെ സൈന്യവും അവിടുത്തെ നിലവിലുള്ള ഭരണ സംവിധാനങ്ങളൊക്കെ തന്നെയാണ് തീവ്രവാദത്തെ വളർത്തുന്നതും അവർക്ക് ചെല്ലും ചെലവും ഒക്കെ കൊടുത്ത് അവരെ പരിപോഷിപ്പിക്കുന്നതും ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലേക്കും അവരെ റിക്രൂട്ട് ചെയ്യുന്നതൊക്കെ തന്നെ. അപ്പോൾ സൈന്യത്തിന് പൂർണ്ണാധികാരം അവിടെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അധികാരം സൈന്യത്തിൻ്റെ കൈകളിൽ എത്തിച്ചേരുകയാണെങ്കിൽ ഭീകരവാദം വീണ്ടും തഴച്ചു വളരും. അത് ഇന്ത്യയെപ്പോലുള്ള രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നൊരു അവസ്ഥയായിരിക്കും. ഇതിനെ കൂടുതൽ ഉപയോഗിക്കുന്നത് പാകിസ്ഥാനെ ആരാണോ പ്രോക്സിയായിട്ട് ഉപയോഗിക്കുന്നത് ആ രാജ്യങ്ങളായിരിക്കും ഇതിനെ കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം ഇന്ത്യ വളർന്നു വരുന്നതോറും തീർച്ചയായിട്ടും ഇന്ത്യക്ക് എന്താ പറയുക, ഒരു പ്രതിരോധം സൃഷ്ടിക്കാനായിട്ട്, ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പ്രതിരോധം സൃഷ്ടിക്കാനായിട്ട് പാകിസ്ഥാനെ ചൈനയും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളും നേറ്റോയും ഉപയോഗിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരേ സമയം അമേരിക്കയുടെയും ചൈനയുടെയും പ്രോക്സിയായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ആ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, ക്ഷേമ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ള അവിടെ നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് മിലിറ്ററി, സെക്യൂരിറ്റി, ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ, അവർക്ക് അവരുടെ കീശ വീർപ്പിക്കുക, അവർക്ക് ഈ പറഞ്ഞ അമേരിക്കയ്ക്കും ചൈനയ്ക്കും വേണ്ടി വിടുപണി ചെയ്യുക. ആ വിടുപണി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇതുവരെയുള്ള തെളിവുകളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പാകിസ്ഥാനിലൊരു ഭരണമാറ്റം, പ്രത്യേകിച്ച് പട്ടാള ഭരണം വീണ്ടും ശക്തമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ അധികാരം പൂർണ്ണമായിട്ടും പട്ടാളത്തിലേക്ക് വന്നു ചേരുകയാണെങ്കിൽ ഇന്ത്യക്ക് കൂടുതൽ ആശങ്ക ഉളവാക്കുന്നതായിരിക്കും. കാരണം ഇന്ത്യക്ക് തീവ്രവാദികളിൽ നിന്നുള്ള ആക്രമണങ്ങൾ കൂടുതൽ നേരിടേണ്ടി വരും എന്നുള്ള അവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മളുടെ ഭരണവും ഭരണ സംവിധാനങ്ങളും സർക്കാരും എല്ലാം തന്നെ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് കാര്യങ്ങൾ കാണുവാനും അല്ലെങ്കിൽ കരുക്കൾ നീക്കുവാനും. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.